ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरों श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिका कान्द राधा कान्द नमोऽस्तुते। तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वञ्चाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। मुखं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यम्। ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീ ഭഗവത്ഗീത 5-ാമത്തെ അധ്യായം ശ്ലോകം നമ്പർ 8 ആണ് നമ്മൾ നോക്കേണ്ടത്. 8, 9 ഒരുമിച്ചാണ്. ഓക്കെ. ശ്ലോകം 8, 9. നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവിത് പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഗ്രൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസൃജൻ ഗൃഹ്ണൻ ഉന്മിഷൻ നിമിഷൻ അപി ഇന്ദ്രിയാന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭു. നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യതേ തത്വവിത് പശ്യൻ ശൃണൻ സ്പൃശൻ ജിഗ്രൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസൃജൻ ഗൃഹണൻ ഉന്മിഷൻ നിമിഷന്നപി ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവിത് പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഗ്രൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസൃജൻ ഗൃഹ്ണൻ ഉന്മിഷൻ നിമിഷൻ അഭി ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ പ്രഭു. നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവിത് പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്രൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസൃജൻ ഗൃഹ്ണൻ ഉന്മിഷൻ നിമിഷന്നപി ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഷു വർദ്ധന്ത ഇതി ധാരയൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, വിവർത്തനം ഭാവാർത്ഥം വായിക്കൂ ആരെങ്കിലും. ഹരേ കൃഷ്ണ. യെസ്. ഹരേ കൃഷ്ണ പ്രഭു. ദിവ്യാവബോധമുള്ള വ്യക്തി ദർശനം, ശ്രവണം, സ്പർശനം, ഘ്രാണം, അശനം, ഗമനം, നിദ്ര, ശ്വാസോച്ഛ്വാസം തുടങ്ങി എന്തു തന്നെ ചെയ്യുമ്പോഴും വാസ്തവത്തിൽ ഒന്നും ചെയ്യുന്നില്ലെന്ന് അയാൾക്ക് അറിയാം. കാരണം സംസാരിക്കുമ്പോഴും വിസർജിക്കുമ്പോഴും സ്വീകരിക്കുമ്പോഴും കണ്ണു തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും എല്ലാം ഭൗതികമായ ഇന്ദ്രിയങ്ങൾ അവയുടെ വിഷയങ്ങളിൽ വ്യാപരിക്കുകയാണ് ചെയ്യുന്നതെന്നും അയാൾ അവയിൽ നിന്നെല്ലാം വ്യത്യസ്തനാണെന്നും സ്വയം മനസ്സിലാക്കുന്നു. ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. കൃഷ്ണാവബോധം സിദ്ധിച്ച ആളുടെ ജീവിതം വിശുദ്ധമത്രേ. അതുകൊണ്ട് കർത്താവ്, കർമ്മം, അവസ്ഥ, പ്രയത്നം, ഭാഗ്യം എന്നീ ആസന്നവും അനാസന്നവുമായ 5 കാര്യങ്ങളെ ആശ്രയിച്ചു നിൽക്കുന്ന യാതൊരു പ്രവർത്തനവും അദ്ദേഹത്തിന് ബാധകമല്ല. പ്രേമയുക്തമായ ശ്രീകൃഷ്ണ സേവനത്തിൽ മുഴുകിയിരിക്കുകയാണെന്നത് തന്നെ ഇതിന് കാരണം. ശരീരവും ഇന്ദ്രിയങ്ങളും കൊണ്ട് അയാൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമെന്ന് തോന്നുമെങ്കിലും അയാൾ തന്റെ ആധ്യാത്മിക പ്രവർത്തനമാകുന്ന യാഥാസ്ഥിതിയെപ്പറ്റി ബോധവാനാണ്. ഭൗതികാവബോധത്തിൽ ഇന്ദ്രിയങ്ങൾ അവയുടെ വിഷയങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. കൃഷ്ണാവബോധത്തിലാകട്ടെ അവ കൃഷ്ണന്റെ ഇന്ദ്രിയ പ്രീണനത്തിലാണ് മുഴുകിയിരിക്കുന്നത്. ഇന്ദ്രിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നാമെങ്കിലും കൃഷ്ണാവബോധമുള്ള മനുഷ്യൻ എപ്പോഴും മുക്തനാണ്. ദർശനം, ശ്രവണം എന്നിവ അറിവ് സമ്പാദിക്കുവാനുള്ള ഇന്ദ്രിയ പ്രവർത്തനങ്ങളാണ്. എന്നാൽ ചലനം, വചനം, വിഹാരം എന്നീ ഇന്ദ്രിയ പ്രവർത്തികൾ കർമ്മത്തിനു വേണ്ടിയുള്ളതാണ്. കൃഷ്ണാവബോധമുള്ള വ്യക്തിയെ ഇന്ദ്രിയ പ്രവർത്തനങ്ങൾ ഒരിക്കലും ബാധിക്കുന്നില്ല. താൻ എന്നേക്കും കൃഷ്ണന്റെ ദാസനാണെന്ന അറിവുള്ള അയാൾക്ക് ഭഗവത് സേവനമല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ. സോ ഇവിടെ നമ്മൾ ഇന്നലെ നമ്മൾ വായിച്ചിരുന്നു യോഗയുക്തോ വിശുദ്ധാത്മ എന്ന് പറയുന്ന ശ്ലോകം. അതായത് ആരാണോ ഭക്തിയോടുകൂടി കൃഷ്ണാവബോധത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്നത് അങ്ങനെയുള്ളവർ ഒരിക്കലും ഒരു കർമ്മബന്ധനത്തിലും അവർ പെടുന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടു. അവരുടെ ഇന്ദ്രിയങ്ങൾ, മനസ്സ് എല്ലാം നിയന്ത്രണത്തിലായിരിക്കും, ശുദ്ധരായിരിക്കും എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. ഇവിടെ ഈ ശ്ലോകത്തിൽ എട്ടാമത്തെ ശ്ലോകം 9ാമത്തെ ശ്ലോകത്തിലും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കർമ്മം ചെയ്യുന്നത്, നമ്മൾ കർമ്മയോഗത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇവിടെ കൃഷ്ണാവബോധത്തിൽ, ദിവ്യമായിട്ടുള്ള അവബോധത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തി, അതായത് ദിവ്യമായ ബോധത്തിൽ, കൃഷ്ണാവബോധത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തി. ഇപ്പോൾ എന്തൊക്കെ കർമ്മങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് കാണുന്നത്, പശ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നത്, ശൃണ്വൻ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നത്, സ്പർശൻ എന്ന് പറഞ്ഞാൽ തൊടുന്നത്, ടച്ച് ചെയ്യുന്നത്, ജിഗ്രൻ സ്മെല്ല് ചെയ്യുന്നത്, അശ്നൻ കഴിക്കുന്നത്, ഗച്ഛൻ നടക്കുന്നത്, സ്വപൻ ഉറങ്ങുന്നത്, ശ്വസൻ ശ്വസിക്കുന്നത്, പ്രലപൻ സംസാരിക്കുന്നത്, വിസർജൻ നമ്മൾ ഉപേക്ഷിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് കളയുന്നത്, ഗൃഹ്ണൻ സ്വീകരിക്കുന്നത്, അതേപോലെ ഉന്മിഷൻ തുറക്കുന്നത്, നിമിഷൻ അടയ്ക്കുന്നത്, കണ്ണ് തുറക്കുന്നു അടയ്ക്കുന്നതൊക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ. ഇതെല്ലാം ചെയ്യുന്നു, ഇതെല്ലാം നടക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം, ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നുണ്ട്. എന്നാൽ ഇത് ചെയ്യുന്നത്, അതാണ് പറയുന്നത്, ഇങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ദ്രിയങ്ങൾ അതിൽ ഇൻവോൾവ് ആണ്, എൻഗേജ്ഡ് ആണ്. എന്നാൽ ആത്മാവിനെ സംബന്ധിച്ച്, നമ്മൾ ശരീരമല്ല ആത്മാവാണ് അല്ലേ, ആത്മാവിനെ സംബന്ധിച്ച് ഈ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ആത്മാവ് ഇതുമായിട്ട്
ബന്ധം വരുന്നില്ല. കാര്യം ഇത് ചെയ്യുന്നത് നമ്മളിനി കൂടുതൽ ഇതിനെക്കുറിച്ച് ഇനിയുള്ള അധ്യായങ്ങളിൽ പഠിക്കും ഡീറ്റെയിൽ ആയിട്ട്. ഇവിടെയും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവസാനത്തെ അധ്യായങ്ങളിൽ കൂടുതൽ ഇതിനെക്കുറിച്ച് ഭഗവാൻ വിവരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്, അങ്ങനെയുള്ളവർ ചെയ്യുന്നു, കർമ്മങ്ങൾ ചെയ്യുന്നു, എന്നാൽ അതേ സമയത്ത് കർമ്മങ്ങൾ ചെയ്യുന്നുമില്ല എന്നാണ് പറയുന്നത്. അതായത് ആത്മീയ തലത്തിൽ ചിന്തിക്കുമ്പോൾ, കാര്യം ആത്മാവ് അല്ലെങ്കിൽ ആത്മീയ തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ആത്മാവ് എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള ഒരു കാര്യം ചെയ്യുവാനും ഇൻവോൾവ് അല്ല, അല്ലേ? നമ്മുടെ ബോഡിയും സെൻസസ് ആണ് ചെയ്യുന്നത് ആക്ച്വലി ബേസിക്കലി. ഇനി ആ ബോഡിയും സെൻസും എന്തിൻ്റെ ബേസിസിലാണ് ചെയ്യുന്നത്? അതിൻ്റെ ബേസിസ് എന്താണെന്ന് വെച്ചാൽ ഗുണങ്ങൾ, ത്രിഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ചിലവർ സത്വഗുണത്തിലായിരിക്കും, ചിലവർ രജോ ഗുണമായിരിക്കും, ചിലവർ തമോ ഗുണമായിരിക്കും. ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ത് കാര്യങ്ങൾ ചെയ്യുന്നു. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്ന കാണുന്നു, കേൾക്കുന്നു, മണക്കുന്നു, കഴിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്, അല്ലേ? ഈ എന്ത് കാണുന്നു, എന്ത് കഴിക്കുന്നു, എന്ത് തൊടുന്നു, എന്ത് കേൾക്കുന്നു എന്നുള്ളത് ഗുണങ്ങളനുസരിച്ച് മാറി വരും, അല്ലേ? ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആത്മാവിനെ സംബന്ധിച്ച് ആത്മാവ് ഇതിൽ നിന്നൊക്കെ അലൂഫാണ്, അല്ലെങ്കിൽ ആത്മാവ് ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നു ആക്ച്വലി. ബിക്കോസ് നമ്മൾ 2ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ആക്ച്വൽ ഐഡൻറ്റിറ്റി ആത്മാവാണ്. ആത്മാവിനെ വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ തീ കൊണ്ടോ ഒന്നും നശിപ്പിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ആത്മാവിനെ ആക്ച്വലി ഒന്നിനും തൊടാൻ സാധിക്കില്ല. കാര്യം അത് ദിവ്യമായിട്ടുള്ളതാണ്, ആത്മീയ തലത്തിലുള്ളതാണ്, അല്ലേ? അതുകൊണ്ട് എന്നാൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കൊക്കെ എന്ന് വെച്ചാൽ ആത്മാവിനൊന്നും സംഭവിക്കുന്നില്ല. ആത്മാവ് ഒരിക്കലും കണ്ടാമിനേറ്റ് ആവുന്നില്ല. കണ്ടാമിനേറ്റ് ആവുന്നതിന് പകരം ആക്ച്വലി സംഭവിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളും നമ്മുടെ സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും, സൂക്ഷ്മ ശരീരത്തിൽ വരുന്ന ബുദ്ധിയും മനസ്സും, ഇത് രണ്ടും കണ്ടാമിനേറ്റ് ആവുന്നു ആക്ച്വലി ഈ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ. ആ ബുദ്ധിയും മനസ്സും, സട്ടിൽ ബോഡി അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരം കണ്ടാമിനേറ്റ് ആവുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ പിന്നെ കവർ ആവുക ചെയ്യും. അപ്പോൾ സോളിൻ്റെ മുമ്പിൽ ഇവർ കവർ ചെയ്യും, അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് സോളിനൊന്നും സംഭവിക്കുന്നില്ലെങ്കിലും ഒരു എന്താ പറയുക, എങ്ങനെയാണോ സൂര്യപ്രകാശം സൂര്യനെ മേഘങ്ങൾ വരുന്ന സമയത്ത് മൂടുന്നത്, അതേപോലെ താൽക്കാലികമായിട്ട് ഒരു മൂടലാണ് സംഭവിക്കുന്നത്. ആക്ച്വലി സൂര്യൻ്റെ മുന്നിൽ മേഘങ്ങൾ വന്നു കഴിഞ്ഞാൽ സൂര്യപ്രകാശം പുറത്ത് വരില്ല. അതിൻ്റെ അർത്ഥം സൂര്യൻ അവിടെ ഇല്ല, സൂര്യനൊന്നും സംഭവിക്കുന്നുമില്ല, അല്ലേ? താൽക്കാലികമായിട്ട് മേഘങ്ങൾ വന്നതുകൊണ്ട് അതിനെ മറയ്ക്കുന്നു എന്ന് മാത്രം. അതേപോലെയാണ് നമുക്കുള്ള കണ്ടാമിനേഷൻസും. അപ്പോൾ ഇവിടെ പറയുന്നത്, അതുകൊണ്ട് സോളിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ, ആത്മാവിനെ നോക്കുവാണെങ്കിൽ, ആത്മാവ് ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നു. ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വസ്തുക്കളും ഒക്കെയാണ് ഈ പറയുന്ന ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യണു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യും ഗുണങ്ങളെക്കുറിച്ച്. ഇവിടെയല്ല, ഇനി മുന്നോട്ട് പറയുന്നുണ്ട് ഭഗവാൻ. വേറൊരു കാര്യം ശിലപ്രഭുജി ഭാവാർത്ഥത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓരോ ആക്ടിവിറ്റി, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൽ കുറച്ച് ഘടകങ്ങളുണ്ട്. അതായത് ചെയ്യുന്ന വ്യക്തി, ചെയ്യുന്ന കാര്യം, എന്ത് ആക്ടിവിറ്റിയാണോ, എന്ത് വർക്കാണോ, പിന്നെ ആ ഒരു സാഹചര്യം, സിറ്റുവേഷൻ എന്താണോ, പിന്നെ ആ കാര്യം ചെയ്യാനുള്ള ഒരു പ്രയത്നം, എൻഡവർ, പിന്നെ ഭാഗ്യം, അല്ലെങ്കിൽ ആ കാര്യം പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യുവാനുള്ള ഒരു അവസ്ഥയും, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു ഓരോ ആക്ടിവിറ്റിയും. എന്നാൽ കൃഷ്ണാവബോധത്തിലുള്ള ഒരു ഭക്തനെ സംബന്ധിച്ച് അവരെല്ലാം ഭഗവാനെ സമർപ്പിച്ച് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഒരു റിയാക്ഷനും വരുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. അവർ എല്ലാത്തിൽ നിന്നും, അതായത് അവർക്ക് ഒരു റിയാക്ഷനും ഒന്നും അവരെ എഫക്റ്റ് ചെയ്യുന്നില്ല. സെൻസസ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, സെൻസസ് എല്ലാം ചെയ്യുന്നു. കാര്യം ഭക്തനെ സംബന്ധിച്ച് ഭക്തൻ കാണുന്നതും കേൾക്കുന്നതും, ഇപ്പോൾ കാണുന്ന കാര്യം എന്തായിരിക്കും? സിനിമയായിരിക്കില്ലേ കാണുന്നത്. ഭഗവാനെക്കുറിച്ചുള്ള, ഭഗവാന്റെ രൂപം കാണുന്നു, ഭഗവാന്റെ ഡീറ്റീസിനെ കാണുന്നു, അമ്പലത്തിൽ പോകുന്നു, അതേപോലെ അല്ലേ ഭഗവാന്റെ ചിത്രങ്ങൾ കാണുന്നു, കേൾക്കുന്നത് ഭഗവാനെക്കുറിച്ച്, കഴിക്കുന്നത് ഭഗവാന്റെ പ്രസാദം. നോക്കുവാണെങ്കിൽ എല്ലാം കൃഷ്ണാവബോധത്തിലാണ്, അല്ലേ? കൃഷ്ണാവബോധത്തിലാവുന്നത് കൊണ്ട് അവർ ചെയ്യുന്ന ഓരോ
കർമ്മത്തിനും അതിനൊന്നും റിയാക്ഷൻ വരാൻ പോകുന്നില്ല, ബോണ്ടേജ് വരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത് ശിലപ്രഭാജി. കൃഷ്ണാവബോധത്തിലുള്ള ഒരു വ്യക്തിക്ക് ഒരു ആക്ഷനും ഒരു റിയാക്ഷനും അവർക്ക് വരില്ല. അവർ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, സാധാരണ ആളുകൾ ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, എന്നാൽ അതൊന്നും അവരെ ബാധിക്കുന്നില്ല. അവരെ ആക്ച്വലി അതെല്ലാം ഭക്തി സേവനങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കാര്യം ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഡിവോഷൻ സർവീസായി മാറുന്നു. ആക്ച്വലി അതാണ് സോളിനെ സംബന്ധിച്ച് കോൺസ്റ്റിറ്റ്യൂഷണലി ചെയ്യേണ്ട കാര്യം സോൾ അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്നത് ഭഗവാന്റെ അംശമായതുകൊണ്ട്, നമ്മൾ ഭഗവാന്റെ അംശമായതുകൊണ്ട്, ജീവര സ്വരൂപമായി കൃഷ്ണേര നിത്യദാസ്, ഭഗവാന്റെ ദാസരായതുകൊണ്ട് അത് ആക്ച്വലി ആരുടെ ഐഡൻറ്റിറ്റിയാണ്? സോളിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനെ കുറിച്ചാണ് പറയുന്നത്. ജീവര സ്വരൂപമായി കൃഷ്ണേര നിത്യദാസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെക്കുറിച്ചല്ല പറയുന്നത്. ആക്ച്വലി നമ്മുടെ സോളാണല്ലോ നമ്മുടെ ഐഡൻറ്റിറ്റി, ബോഡിയല്ല. അപ്പം ആക്ച്വലി നമ്മുടെ ഐഡൻറ്റിറ്റി സോളാണ്. ആ സോളിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ഭഗവാനെ സെർവ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് പറയുന്നത്. അപ്പോൾ ആ ദാസനാണ് എന്നുള്ള ഭാവത്തിൽ അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ഭക്തി സേവനങ്ങൾ ചെയ്യുന്നു. അപ്പം അങ്ങനെയുള്ളവർക്ക് ഭൗതികമായിട്ടുള്ള എക്സ്റ്റേണലി നടക്കുന്ന ഓരോ ആക്ടിവിറ്റീസും ഓരോ കാര്യങ്ങളും ആക്ച്വലി ദാറ്റ് ഈസ് നോട്ട് എഫക്റ്റിംഗ് ദം. ആക്ച്വലി അതാണ് പറയുന്നത്. അതിൻ്റെ റിയാക്ഷൻ എഫക്റ്റ് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഒരു ആക്ടിവിറ്റി ചെയ്താൽ, ഒരു വർക്ക് ചെയ്താൽ അതിന് റിയാക്ഷൻ കിട്ടുമ്പോഴാണ് അത് എഫക്റ്റ് ആവുന്നത്. നേരെ മറിച്ച് റിയാക്ഷൻ കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അത് എഫക്റ്റ് ആവുന്നില്ല. വർക്ക് നടക്കുന്നുണ്ട്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എഫക്റ്റിംഗ്. ബിക്കോസ് എന്താണ്? അത് ആത്മീയ തലത്തിൽ ചെയ്യുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട്. അതാണ് പറയുന്നത് 8-9. ഓക്കെ, അടുത്ത ശ്ലോകം. ബ്രഹ്മണ്യാ ആദായ കർമാണി സംഗം ത്യക്ത്വാ കരോതി യഃ ലിപ്യതേന സ പാപേന പത്മപത്രം ഇവാംഭസ. കൃഷ്ണ പ്രഭു. ബ്രഹ്മണ്യധ്യായ കർമാണി സംഗം ത്യക്ത്വാ കരോതി യഃ ലിപ്യതേന സ പാപേന പത്മപത്രാമിവാംഭസ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ബ്രഹ്മണ്യാധായ കർമാണി സംഘം ത്യക്ത്വാ കരോതി യഃ ലിപ്യതേന സ പാപേന പത്മപത്രമിവാംഭസ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ബ്രഹ്മണ്യാധ്യായ കർമാണി സംഘം ത്യക്താ കരോതി യഃ ലിപ്യതേന സ പാപേന പത്മപത്രമിവാംഭസ. ഹരേ കൃഷ്ണ. ഓക്കെ, ആരെങ്കിലും ട്രാൻസ്ലേഷൻ പർപ്പോട്ട് മായ്ക്കൂ. ഹരേ കൃഷ്ണ. ആസക്തി കൂടാതെ ഫലത്തെ പരമപുരുഷന് സമർപ്പിച്ചുകൊണ്ട് തന്റെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരാളെ താമരയിലയിൽ വെള്ളമെന്ന പോലെ ദുഷ്കർമ്മ ഫലങ്ങൾ ബാധിക്കുകയില്ല. ഭാവാർത്ഥം. ശ്രീല പ്രഭാതി കി ജയ്. ബ്രഹ്മണി എന്ന പദത്തിന് ഇവിടെ കൃഷ്ണാവബോധത്തിൽ എന്നർത്ഥം. ഭൗതിക പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ സമഗ്രാവിഷ്കരണമത്രേ ഈ പ്രപഞ്ചം. ഇതിനെ പ്രധാനമെന്ന് പറയുന്നു. സർവമേതദ് ബ്രഹ്മ തസ്മാദേതദ് ബ്രഹ്മ നാമരൂപണം അന്നച ജായതേ. മുണ്ടകോപനിഷത്ത് 1-2-10 എന്നു വേദങ്ങളും മമ യോനിർമഹത് ബ്രഹ്മ എന്ന ഭഗവത്ഗീതയും 14-3 പ്രപഞ്ചത്തിലെ ഏതു പദാർത്ഥവും ബ്രഹ്മത്തിന്റെ പ്രത്യക്ഷീഭാവമാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കാര്യങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ പ്രകടമാവാമെങ്കിലും വാസ്തവത്തിൽ അവകാരണത്തിൽ നിന്ന് വ്യത്യസ്തങ്ങളല്ല. സർവ വസ്തുക്കൾക്കും പരബ്രഹ്മം അഥവാ കൃഷ്ണനുമായി ബന്ധമുള്ളതുകൊണ്ട് എല്ലാ കൃഷ്ണന്റേതു തന്നെ എന്ന് ഈശോപനിഷത്തിൽ പറയുന്നു. കൃഷ്ണനാണ് എല്ലാത്തിന്റെയും ഉടമയെന്നും അതുകൊണ്ട് എല്ലാം ഭഗവത് സേവനത്തിനുള്ളതാണെന്നും അറിഞ്ഞവർക്ക് താൻ ചെയ്ത പുണ്യപാപങ്ങളുടെ ഫലങ്ങളുമായിട്ട് എന്ത് ബന്ധമാണ്? തന്റെ ശരീരം പോലും ഒരു പ്രത്യേക കാര്യനിർവഹണം ഉതകാൻ വേണ്ടി ഭഗവാൻ സമ്മാനിച്ചതാകിയാൽ കൃഷ്ണാവബോധത്തിൽ ഉപയോഗപ്പെടുത്താം. എന്നാൽ അത് താമരയിലെ വെള്ളത്തിൽ കിടന്നാലും നനയാത്തതുപോലെ പാപമാലിന്യങ്ങൾ തീണ്ടാത്തതായി തന്നെ ഇരിക്കും. ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, മൈ സർവാണി കർമാണി സംന്യസ്യ, സർവകർമ്മങ്ങളും എനിക്കായിക്കൊണ്ട് ചെയ്യുക. ചുരുക്കത്തിൽ കൃഷ്ണാവബോധമില്ലാത്ത ഒരാൾ ഇന്ദ്രിയ ദേഹാവബോധത്തിൽ പ്രവർത്തിക്കുന്നു. പക്ഷേ കൃഷ്ണാവബോധവാനായ വ്യക്തി ഈ ശരീരം കൃഷ്ണന്റേതാകയാൽ കൃഷ്ണ
സേവനത്തിനായി ഉപയോഗപ്പെടുത്തണമെന്ന അറിവോടെ പ്രവർത്തിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഓക്കെ. സോ മനോഹരമായിട്ടുള്ള ശ്ലോകം ഇവിടെ പറയുന്നു. ബ്രഹ്മണ്യാധായ കർമാണി. അതായത് കർമ്മം ചെയ്യുന്ന അല്ലെങ്കിൽ കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു ആള് ആ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം, ആദായ കർമ്മത്തിൻ്റെ ഫലം ബ്രഹ്മണി അതായത് ഭഗവാന് സമർപ്പിക്കുമ്പോൾ സംഘം ത്യക്ത്വ കരോതിയ, എന്നാൽ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടികൾ ചെയ്യുന്നു, അതിനോട് ആസക്തിയില്ലാതെ ചെയ്യേണ്ടതായിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രങ്ങളിൽ പറയുന്നതനുസരിച്ച് അവനവൻ്റെ വർണ്ണം ആശ്രമം അനുസരിച്ച് എന്താണോ ഡ്യൂട്ടീസ് ചെയ്യേണ്ടത് അത് ചെയ്യുന്നു. എന്നാൽ ചെയ്യുന്ന ഡ്യൂട്ടിയോട് ഒരു ആസക്തിയോട് കൂടിയിട്ടല്ല. കാര്യം നോർമലി നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും അറ്റാച്ച്മെൻറ്റ് വരുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ നമ്മൾ അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ അറ്റാച്ച്ഡ് ആവുന്നത് ഓരോ കർമ്മത്തിലും, അല്ലേ? ഈ ഒരു കർമ്മം അല്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് ഇതായിരിക്കും, അല്ലെങ്കിൽ ആ റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുന്നു. മാത്രമല്ല അങ്ങനെ ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടും. ചിലപ്പോൾ കിട്ടുന്ന സമയത്ത് നമ്മൾ പിന്നീട് ആ കർമ്മത്തിൽ അറ്റാച്ച്ഡ് ആവും. എന്നാൽ ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. സംഘം ത്യക്ത്വ കരോതിയ, ഡ്യൂട്ടീസ് ചെയ്യുന്നു പക്ഷേ അതിനോട് ആസക്തിയില്ലാതെ. ലിപ്യതേ ന സ പാപേന, അങ്ങനെയുള്ളവർക്ക് ഒരു തരത്തിലുള്ള പാപങ്ങളും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള റിയാക്ഷൻസും വരാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. പത്മപത്രം ഇവാംബസ, എങ്ങനെയാണോ താമര, അല്ലേ? താമരയോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ താമര വെള്ളത്തിൽ കാണുമ്പോൾ അത് വെള്ളത്തിൽ ടച്ച് ചെയ്യുന്നില്ല, വെള്ളത്തിന് കുറച്ച് മുകളിലായിട്ടാണ് നിൽക്കുന്നത്, മുകളിലായിട്ടായിരിക്കും അതിൻ്റെ പൊസിഷൻ ഉണ്ടാവുന്നത്. അതാണ് താമരയുടെ പ്രത്യേകത. അതേപോലെ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നു, പക്ഷേ അതിൻ്റെ റിയാക്ഷൻ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നില്ല. അതാണ് പറയുന്നത്. എങ്ങനെയാണോ താമര വെള്ളത്തിൽ മുട്ടാതെ മുകളിൽ നിൽക്കുന്നത്, അതേപോലെ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം അതിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ അതിന് ഒരു പാപങ്ങളോ അതിൻ്റെ ഒരു റിയാക്ഷനോ ഒന്നും തന്നെ നമ്മളെ ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ശിലപ്രഭാജിയുടെ മുണ്ടക ഉപനിഷത്തിലെ ശ്ലോകം ഒരു ഭാഗം കോട്ട് ചെയ്യുന്നു. മുണ്ടക ഉപനിഷത്തും മാണ്ഡൂക്യ ഉപനിഷത്തും തസ്മാത് ഏതത് ബ്രഹ്മ നാമരൂപം അന്നം ച ജായതേ. അതായത് ഇവിടെ ബ്രഹ്മ എന്ന് ഉദ്ദേശിക്കുന്ന ബ്രഹ്മൻ എന്ന് ഉദ്ദേശിക്കുന്നത് സുപ്രീം അല്ലെങ്കിൽ ഭഗവാൻ എന്നുള്ള ഒരു അർത്ഥമാണ് ഇവിടെ വരുന്നത്. അതായത് ബ്രഹ്മണി എന്ന് ഉദ്ദേശിക്കുന്നത് കൃഷ്ണാവബോധത്തിൽ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ കുറിച്ച് അതാണ് പറയുന്നത്. ഈശോപനിഷത്തിലും പറയുന്നു ആ പരംബ്രഹ്മൻ ഭഗവാൻ കൃഷ്ണനാണ് എന്നുള്ളതും എല്ലാം അദ്ദേഹത്തിൻ്റെതാണ് എന്നുള്ളതും എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ, എല്ലാത്തിൻ്റെയും ഓണർ, പ്രൊപ്പറേറ്റർ അദ്ദേഹമാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഓരോരുത്തരും അദ്ദേഹത്തിനെ സെർവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആക്ച്വൽ ഡ്യൂട്ടി. അതാണ് പറയുന്നത്. ശിലപ്രഭാജി കൺക്ലൂഡ് ചെയ്യുന്നത് മൈ സർവാണി കർമാണി സന്യാസ. ഭഗവാൻ പറയുന്നുണ്ട് 3ാമത്തെ ചാപ്റ്ററിൽ എല്ലാ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും എനിക്ക് സമർപ്പിച്ചുകൊണ്ട് ചെയ്യൂ എന്നുള്ളത്. അതാണ് കൺക്ലൂഷൻ ബേസിക്കലി. അതായത് ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് കൃഷ്ണാവബോധത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരമാകട്ടെ ഇന്ദ്രിയങ്ങളാവട്ടെ അതെല്ലാം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അത് കൃഷ്ണാവബോധത്തിലാവുമ്പോൾ നമ്മൾ സേഫാണ്. ബിക്കോസ് റിയാക്ഷൻ നമ്മളെ ബാധിക്കാൻ പോകുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. കൃഷ്ണാവബോധത്തിൽ നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ അത് കർമ്മബന്ധനങ്ങളിൽ നമ്മൾ പെട്ടുപോകും. നമ്മൾ ഭഗവാന്റെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമ്മുടെ ശരീരമാവട്ടെ ഇന്ദ്രിയങ്ങളാവട്ടെ എല്ലാം തന്നെ ഭഗവാൻ തന്നിട്ടുള്ളതാണ്, അല്ലേ?
സോ നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ തന്നിട്ടുള്ളതെല്ലാം ഭഗവാന് വേണ്ടി സമർപ്പിക്കുക, ഭഗവാന് വേണ്ടി ഉപയോഗിക്കുക, അദ്ദേഹത്തിൻ്റെ സേവനങ്ങളിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം. നിർഭാഗ്യവശാൽ ഇത് മനസ്സിലാക്കുന്നവർ കുറവാണ്. അതുകൊണ്ട് പലവരും അവരവരുടെ കാര്യം ചെയ്ത് അവനവൻ്റെ ഇന്ദ്രിയ സുഖഭോഗങ്ങളുടെ പുറകിൽ ഓടുന്നു. അവനവൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. ഭഗവാൻ നമ്മളോട് നമ്മുടെ മുകളിൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മറക്കുന്നു. എല്ലാം അദ്ദേഹത്തെ മറന്നുകൊണ്ടുള്ള പ്രവർത്തികളാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് റിയാക്ഷൻസ് ഉണ്ടാവും. മാത്രമല്ല, ഈ ലോകത്ത് നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല. ബിക്കോസ് വീണ്ടും വീണ്ടും കർമ്മങ്ങൾ ചെയ്യുന്നു, റിയാക്ഷൻ അനുഭവിക്കുന്നു, അടുത്ത കർമ്മം ചെയ്യുന്നു, വീണ്ടും റിയാക്ഷൻ. കാര്യം കൃഷ്ണാവബോധത്തിൽ അല്ലെങ്കിൽ ഇതെല്ലാം ബാധയായി മാറും. നമുക്ക് ബാധയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ആക്ച്വലി നമ്മൾ ഓരോരുത്തർക്കും സംഭവിച്ചിട്ടുള്ളത് ഇത് തന്നെയാണ്. നമ്മൾ ഇതുവരെ എത്രയോ കാലങ്ങളായിട്ട് നമ്മളെപ്പോഴും പറയാറുണ്ട്, കുറച്ച് വർഷങ്ങളായിട്ട് വന്നിട്ടുള്ളതല്ല. ക്രിയേഷൻ അറ്റ്ലീസ്റ്റ് ഈ ബ്രഹ്മാണ്ടം വന്നിട്ട് ഈ ബ്രഹ്മാണ്ടം ഏകദേശം 50 ബ്രഹ്മാവിൻ്റെ പകുതി വർഷങ്ങൾ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ബ്രഹ്മാവിൻ്റെ 100 വർഷങ്ങൾ 311 ട്രില്യൺ 40 ബില്യൺ വർഷങ്ങളാണെങ്കിൽ അതിൻ്റെ പകുതി ഏകദേശം ആയിട്ടുണ്ട് ഈ ബ്രഹ്മാണ്ടത്ത്. അപ്പോൾ ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ ആയുസ് ഏകദേശം അത്രയാണ്, ബ്രഹ്മാവിൻ്റെ ആയുസ്സുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട്. അപ്പോൾ സൃഷ്ടി ആദ്യം സംഭവിച്ചപ്പോൾ സൃഷ്ടി ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ബ്രഹ്മാണ്ടത്തിലെ ജീവജാലങ്ങളെ മഹാവിഷ്ണു പ്രകൃതിയിലേക്ക് ഇംപ്രഗ്നേറ്റ് ചെയ്യുന്ന സമയം മുതലേ നമ്മളുണ്ട്. ആക്ച്വലി അതിന് മുമ്പും ഉണ്ടാവും, ഇതിന് മുമ്പ് വേറെ ബ്രഹ്മാണ്ടങ്ങളുണ്ടായിരുന്നുണ്ടാവും. ബട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ ഇവിടുത്തെ കാര്യം പറയുന്നു. ഇവിടെ എത്രയോ ട്രില്യൺ വർഷങ്ങൾ കഴിഞ്ഞു ഓൾറെഡി നമ്മളിവിടെ ഈ ഒരു ബ്രഹ്മാണ്ടത്തിൽ, ഈ ബ്രഹ്മാവിൻ്റെ കീഴിൽ നമ്മൾ വന്നിട്ട്. ബട്ട് സ്റ്റിൽ നമ്മളിവിടെയുണ്ട്. കാരണം എന്താണ്? കാരണം ഈ കർമ്മബന്ധനങ്ങളിൽപ്പെട്ട് വീണ്ടും വീണ്ടും ശരീരമെടുക്കുന്നു, വീണ്ടും പുതിയ പല സ്പീഷീസിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഒരുപാട് വർഷം, ഒരുപാട് കാലങ്ങൾ. കാര്യം നമ്മൾ പ്രോപ്പറായിട്ട് കൃഷ്ണാവബോധത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ആ ഒരു ക്വാളിഫിക്കേഷൻ നമുക്ക് ഇതുവരെ വേണ്ട രീതിയിൽ, ഭഗവാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ പ്യൂരിറ്റിയോടുകൂടി ചെയ്തിട്ടില്ല കാര്യങ്ങൾ. അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ ജന്മമെടുത്ത് വരുന്നത്. എന്നാൽ ഇപ്പോൾ ഭഗവാന്റെ മഹാസൗഭാഗ്യം, ഭഗവാന്റെ കാരുണ്യമാണ് ആക്ച്വലി നമുക്ക് കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു പ്രോപ്പറായിട്ടുള്ള മെത്തേഡും പ്രോപ്പറായിട്ടുള്ളൊരു ഗുരുപരമ്പരയിൽ നമ്മൾ വന്നു. അതുകൊണ്ട് ഇനി നമുക്ക് രക്ഷയാണ് ആക്ച്വലി, ഇതാണ് നമ്മുടെ രക്ഷ. എന്നാൽ ഇത്രയും കാലത്തെ എത്രയോ ട്രില്യൺ വർഷങ്ങൾ പോയി എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ജന്മം കൊണ്ട് ചിലപ്പോൾ ആ ഇത്രയും ട്രില്യൺ വർഷങ്ങൾ ചെയ്യാത്തത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അതിനുള്ള എല്ലാ മാർഗങ്ങളുമാണ് ശ്രീല പ്രഭുപാദി തന്നിട്ടുള്ളത്. ഒരുപാട് സുകൃതിയുടെയും ഒരുപാട് കാരുണ്യത്തിൻ്റെയും പാത്രങ്ങളാണ് നമ്മൾ ആക്ച്വലി, ഭഗവാന്റെയും മറ്റുള്ള വൈഷ്ണവരുടെയും ഗുരുജനങ്ങളുടെയും. അതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും നമുക്കൊരു ചാൻസ് കിട്ടിയിട്ടുള്ളത്. അതാണ് മഹാപ്രഭു അവതാരമെടുത്ത് അധികം വർഷങ്ങളുമായിട്ടില്ല. ഇപ്പോൾ ഗോൾഡൻ ടൈമിലാണ് നമ്മളിരിക്കുന്നത് ഇവിടെ. ഈ സമയത്ത് നമ്മൾ കൃഷ്ണ കോൺഷ്യസ്നസ് സീരിയസ് ആയിട്ട് എടുത്ത് നാമത്തെ സീരിയസ് ആയിട്ട് എടുക്കുവാണെങ്കിൽ ആക്ച്വലി രക്ഷപ്പെട്ടു പോകാൻ സാധിക്കും. മറ്റുള്ള യുഗങ്ങളിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ള സമയത്താണെങ്കിൽ, ഈവൻ മഹാപ്രഭുവിൻ്റെ പ്രഭാവം പറയുന്നു അദ്ദേഹം അവതരിച്ച് 10,000 വർഷത്തോളമാണ് ഉണ്ടാവുള്ളൂ. കലിയുഗത്തിൽ മഹാപ്രഭു അതായത് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിൽ, എല്ലാ കലിയുഗത്തിലും മഹാപ്രഭു വരുന്നില്ല, അത് വേറെ പ്രശ്നം. ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമേ വരുന്നുള്ളൂ. ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിൽ എത്രയോ മില്യൺ കണക്ക്, എത്രയോ ആയിരക്കണക്കിന് കലിയുഗങ്ങൾ വരുന്നു. എന്നാൽ ഈ കലിയുഗത്തിൽ മഹാപ്രഭു വന്നു. ഈ കലിയുഗത്തിൽ അദ്ദേഹം വന്നൊരു 10,000 വർഷമാണ് ഗോൾഡൻ ടൈം എന്ന് പറയുന്നത്. ആ ഗോൾഡൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഓഫർ പീരീഡാണ്. കാരണം ഈ സമയത്ത് വന്നവർ, ഈ സമയത്ത് ഈ 10,000 വർഷത്തിനകത്ത് ഇവിടെ വീണ്ടും
നമുക്ക് ജനിച്ച് കൃഷ്ണ കോൺഷ്യസ്നസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചാൻസ് കിട്ടി എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വി ഹാവ് ഡൺ സോ മെനി തിങ്സ്. അതായത് നമ്മൾ എന്തൊക്കെയോ നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല, മറ്റുള്ള വൈഷ്ണവരുടെ സുഹൃതിയും അവരുടെ അനുഗ്രഹമായിരിക്കും, മെർസി ആയിരിക്കും തീർച്ചയായിട്ടും. ബട്ട് വി ആർ വെരി ഫോർച്ചുനേറ്റ് ആക്ച്വലി. അപ്പോൾ ആ ഫോർച്യൂൺ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടില്ല. ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് വളരെ റെയറായിട്ടുള്ളൊരു കാര്യമാണ്. എത്രയോ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസങ്ങൾ കഴിഞ്ഞു. കാര്യം 50 വയസ്സായി ബ്രഹ്മാവിന്. ഇപ്പോഴത്തെ ബ്രഹ്മാവിൻ്റെ കാര്യം പറയുന്നത്, ആ 50 വയസ്സിൽ എത്രയോ ദിവസങ്ങൾ അദ്ദേഹത്തിന് കഴിഞ്ഞു. 50 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 വർഷങ്ങൾ ആണ് ഉദ്ദേശിക്കുന്നത്. 50 വർഷം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ 360 ദിവസം ഉണ്ടെങ്കിൽ ഓരോ ദിവസവും ഇപ്പോൾ അങ്ങനെ 50 വർഷങ്ങളാണ് കഴിഞ്ഞിട്ടുള്ളത്. ഇതുവരേക്കും നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ചൈതന്യ മഹാപ്രഭു ഇതിനു മുമ്പ് അവതാരമെടുത്ത സമയത്ത് നമ്മൾ കൂടെ ഉണ്ടായിരുന്നുണ്ടാവില്ല, അറിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അന്നേ രക്ഷപ്പെട്ടു പോയേനെ, അല്ലെങ്കിൽ ആ 10,000 ഇയേഴ്സിൻ്റെ ഉള്ളിൽ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളൊരു പക്ഷേ രക്ഷപ്പെട്ടു പോയേനെ. അന്ന് നമ്മൾ വന്നിട്ടില്ല, ഇപ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ ചാൻസ് കിട്ടിയിട്ടുള്ളത്. സോ ഈ ഒരു ചാൻസ് ഇനി കിട്ടുമോ എന്നറിയില്ല, അതാണ് പറഞ്ഞു വരുന്നത്. അതാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് വെരി വെരി റെയർ ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയിട്ടുള്ളത്. കായേന മനസ ബുദ്ധ്യ കേവലൈർ ഇന്ദ്രിയേരപി യോഗിന കർമ്മ കുർവന്തി സംഗം ത്യക്ത്വാത്മശുദ്ധയേ. ശ്ലോകം 11. കായേന മനസാ ബുദ്ധ്യാ കേവലൈരിന്ദ്രിയൈരപി യോഗിനാ കർമ്മ കുർവന്തി സംഗം ത്യക്ത്വാത്മശുദ്ധയേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. കായേന മനസാ ബുദ്ധ്യാ കേവലൈരിന്ദ്രിയൈരപി യോഗിന കർമ്മ കുർവന്തി സംഘം ത്യക്ത്വാത്മശുദ്ധയേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. കായേന മനസാ ബുദ്ധ്യാ കേവലൈരീന്ദ്രിയൈരപി യോഗിനഃ കർമ്മ കുർവന്തി സംഗം ത്യക്താത്മശുദ്ധയേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, ട്രാൻസ്ലേഷൻ. വിവർത്തനം ഭാവാർത്ഥം വായിക്കും. ഹരേ കൃഷ്ണ പ്രഭു. യോഗികൾ അനാസക്തരായി ശരീരം, മനസ്സ്, ബുദ്ധി എന്നിവ കൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ട് പോലും ആത്മശുദ്ധിക്ക് വേണ്ടി മാത്രം പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. ഭാവാർത്ഥം. ശ്രീല പ്രഭാത് കി ജയ്. കൃഷ്ണന്റെ ഇന്ദ്രിയ പ്രീതിക്കായി കൃഷ്ണാവബോധത്തോട് ചെയ്യുന്ന ഏത് കർമ്മവും ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ട് തന്നെയോ ആവട്ടെ ഭൗതിക മാലിന്യത്തിൽ നിന്ന് മുക്തമാണ്. കൃഷ്ണാബോധമുള്ളവന്റെ പ്രവർത്തികളിൽ നിന്ന് ഭൗതിക പ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ല. അയാൾക്ക് പൊതുവെ സദാചാരങ്ങൾ എന്ന് പറയുന്ന ശുദ്ധകർമ്മങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യുവാൻ കഴിയുന്നു. ശ്രീല രൂപ ഗോസ്വാമി ഭക്തിരസാമൃത സിന്ധുവിൽ 1.2.187 ഇങ്ങനെ വിവരിക്കുന്നു. ഇഹ യസ്യ ഹരേർ ദാസേ കർമ്മണ മനസാഖിര നിഖിലാസ്യവസ്ഥാതു ജീവൻ മുക്തസ ഉച്യത്തെ. ശരീരം കൊണ്ടോ മനോബുദ്ധികൾ കൊണ്ടോ വാക്കുകൊണ്ടോ കൃഷ്ണാബോധത്തോടെ കൃഷ്ണ സേവനത്തിൽ പ്രവർത്തിക്കുന്നവർ ഭൗതിക ലോകത്തിൽ പ്രാപഞ്ചിക കൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നാലും മുക്തന്മാർ തന്നെ. അയാൾക്ക് മിഥ്യഹങ്കാരമില്ല. താൻ ഈ ശരീരമാണെന്നോ ശരീരം തന്റേതാണെന്നോ അയാൾ വിചാരിക്കുന്നില്ല. താൻ ശരീരമല്ലെന്നും ശരീരം തന്റേതല്ലെന്നും അറിയുന്നു. കൃഷ്ണന്റേതാണ് ശരീരം, താനും കൃഷ്ണന്റേത് തന്നെ. ദേഹം കൊണ്ടോ മനോബുദ്ധികൾ കൊണ്ടോ വാക്ക്, ജീവിതം, സമ്പത്ത് എന്നിവ കൊണ്ടോ താൻ നേടിയതും കൈവശമുള്ളതുമെല്ലാം കൃഷ്ണന്റെ സേവനത്തിനായി ഉപയോഗപ്പെടുത്തുമ്പോൾ അയാൾ കൃഷ്ണനുമായി ബന്ധം പുലർത്തുന്നു. താൻ ഈ ശരീരമാണെന്നും മറ്റും വിശ്വസിക്കാൻ ഇടയാക്കുന്ന മിഥ്യാഹങ്കാരം ഇല്ലാതാകുന്നു. കൃഷ്ണനുമായി ഏകീഭവിക്കുന്നു. ഇതാണ് കൃഷ്ണാവബോധത്തിന്റെ സമ്പൂർണ്ണാവസ്ഥ. ഹരേ കൃഷ്ണ. ഓക്കെ, സോറി. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നു അങ്ങനെ കർമ്മയോഗികൾ. അപ്പോൾ കഴിഞ്ഞ ശ്ലോകം നമ്മൾ വായിച്ചു. അതായത് കർമ്മങ്ങൾ ചെയ്യുന്നു, കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് ഡിറ്റാച്ച്മെൻറ്റോട് കൂടിയിട്ട്
ഭഗവാന് വേണ്ടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ലിപ്യതേന സ പാപേന, ഒരു പാപവും അത് അവരെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. പത്മപത്രം ഇവ അംബസ, അത് നമ്മൾ കണ്ടു അല്ലേ. ഇനി ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനു മുമ്പുള്ള ശ്ലോകത്തിലും അതിനു മുമ്പുള്ള ശ്ലോകത്തിലൊക്കെ കഴിഞ്ഞ 2 ശ്ലോകങ്ങളായിട്ട് നമ്മൾ പറയുന്നു നമ്മളെ എഫക്റ്റ് ചെയ്യുന്നില്ല, ആത്മാവിനെ എഫക്റ്റ് ചെയ്യുന്നില്ല കർമ്മങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാം, ആത്മാവിനെ എഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ആത്മാവാണെന്നും നമ്മൾ പറയുന്നു, നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മൾ ശരീരമല്ല, പിന്നെ എന്തിനാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യേണ്ടത്? വൈ വി ഹാവ് ടു ഡു വർക്ക്? വി ആർ സേയിങ് ദാറ്റ് വി ആർ നോട്ട് ദിസ് ബോഡി, ഈ ശരീരമല്ല എന്ന് നമ്മൾ പറയുന്നു. ഓഫ് കോഴ്സ് അതാണ് കറക്റ്റായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്. അതേപോലെ തന്നെ ആത്മാവിനെ സംബന്ധിച്ച് ഈ പറയുന്ന ഒന്നും അഫക്റ്റ് ചെയ്യില്ല എന്നും പറയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്യേണ്ടി വരുന്നു. എന്തുകൊണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പ്രത്യേകിച്ചും ഒരു ഭക്തരെ സംബന്ധിച്ച് അല്ലെങ്കിൽ കർമ്മയോഗിയെ സംബന്ധിച്ച് വൈ ഹി ഹാസ് ടു ഡു വർക്ക്? ഹീസ് എ സ്പിരിറ്റ് സോൾ, നോട്ട് ദ ബോഡി. സ്പിരിറ്റ് സോൾ ആയതുകൊണ്ട്, ബോഡി അല്ലാത്തതുകൊണ്ട് ഒബ്വിയസ്ലി നമ്മൾക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ അതിനുള്ള ഉത്തരവാണ് ഇവിടെ ഭാവം പറയുന്നത്. ആക്ച്വലി എന്തിനാണ് യോഗികൾ, കർമ്മയോഗികൾ കർമ്മങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അവർ ശരീരം, ഇവിടെ പറയുന്നു ബോഡി, ശരീരം, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് അവർ കർമ്മങ്ങൾ ചെയ്യുന്നു. എന്തിനാണ് പറയുന്നത്? സംഘം ത്യക്ത്വാ ശുദ്ധയെ, ത്യക്ത്വാത്മശുദ്ധയെ, ആത്മശുദ്ധയെ, അതായത് അവരവരുടെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പ്യൂരിഫിക്കേഷന് വേണ്ടി. പ്യൂരിഫിക്കേഷൻ ഇൻ ദ സെൻസ് ആത്മാവ് ഓൾറെഡി പ്യൂരിഫൈഡ് ആണ്. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആത്മാവിൻ്റെ മുകളിൽ കവറിങ് ഉണ്ട്, ഈ സൂക്ഷ്മ ശരീരത്തിൻ്റെ കവറിങ്. ഇവിടെ ശരീരമാവട്ടെ, ബുദ്ധിയാവട്ടെ, ഇന്ദ്രിയങ്ങളാവട്ടെ, ആ ഇന്ദ്രിയങ്ങളും സ്ഥൂല ശരീരത്തും സൂക്ഷ്മ ശരീരത്തിനും കവറിങ്സ് ഉള്ളത് കൊണ്ട് ആക്ച്വലി ആ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള കവറിങ്സിനെ തുടച്ചു മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് പ്യൂരിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ചേതോദർപ്പണ മാർജനം അല്ലേ. ഓൾറെഡി മനസ്സ്, ഹൃദയം എന്ന് പറയുന്നത് പ്യുവറാണ് ആക്ച്വലി പറയുകയാണെങ്കിൽ. ബട്ട് കണ്ടാമിനേഷൻ സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ സെൻസസ് ആവുമ്പോൾ ഹൃദയം എന്ന് ഉദ്ദേശിക്കുന്നത് സോളിനെ സംബന്ധിച്ച് ഹൃദയം അല്ലെങ്കിൽ മനസ്സ് കണ്ടാമിനേറ്റഡ് ആണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് മനസ്സ് മെറ്റീരിയലാണ്. മനസ്സ് ഈസ് നോട്ട് സ്പിരിച്വൽ, മൈൻഡ് ഈസ് നോട്ട് സ്പിരിച്വൽ. ആത്മാവ് മാത്രമേ ഉള്ളൂ സ്പിരിച്വൽ ആയിട്ടുള്ളത്, ബാക്കിയെല്ലാം മെറ്റീരിയൽ, ഭൗതികമാണ്. ഭൗതികമായിട്ടുള്ളത് കണ്ടാമിനേറ്റഡ് ആവും. എന്നാൽ അതിന് ഇൻഫ്ലുവൻസ് ഉണ്ട് ആത്മാവിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൂര്യനെ ക്ലൗഡ് വന്ന് മൂടുന്ന പോലെ ഇൻഫ്ലുവൻസ് ഉണ്ട്. സോ വി ഹാവ് ടു പ്യൂരിഫൈ ദാറ്റ്. ആ പ്യൂരിഫിക്കേഷൻ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ബുദ്ധിയെയും പ്യൂരിഫൈ ചെയ്യേണ്ടത് ഡ്യൂട്ടിയാണ്. ബിക്കോസ് അത് പ്യൂരിഫൈ ചെയ്താലേ സോള് പഴയ പോലെ ആക്റ്റീവ് ആവുള്ളൂ. അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഡോർമൻ്റ് ആയിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എ യോഗി, അല്ലെങ്കിൽ ഒരു യോഗിയെ സംബന്ധിച്ച് അതുകൊണ്ടാണ് അവർ കർമ്മങ്ങൾ ചെയ്യുന്നത്. ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് വിരക്തിയോടുകൂടി, ഡിറ്റാച്ച്മെൻറ്റോട് കൂടിയിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നത്. ശരീരം ഉപയോഗിച്ചും മനസ്സ് ഉപയോഗിച്ചും ബുദ്ധി ഉപയോഗിച്ചും ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചും ഇതിനെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് ആത്മശുദ്ധയെ, പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട്. അതാണ് നമുക്ക് സംഭവിക്കുന്നത്. നമ്മളിപ്പോൾ നാമം ജപിക്കുന്നു, ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നു, ശാസ്ത്രങ്ങൾ പഠിക്കുന്നു. ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പനിങ്? ആക്ച്വലി പ്യൂരിഫിക്കേഷൻ, നമ്മുടെ ഓരോരുത്തരുടെയും പ്യൂരിഫിക്കേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കണ്ടാമിനേഷൻ ഉള്ളതൊക്കെ പതുക്കെ പോവുകയാണ് ചെയ്യുന്നത് ആക്ച്വലി. സോ അതാണ് ആ കണ്ടാമിനേഷൻ പോകുന്നത്. പ്യൂരിഫിക്കേഷൻ നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ചേഞ്ചസ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ ഓരോ ആചാരങ്ങളിലും, നമ്മുടെ ഓരോ പ്രവൃത്തികളിലും, നമ്മളുടെ ഡീലിങ്സിലും, മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്ന രീതിയിലും, നമ്മുടെ ചിന്താഗതിയിലും ഒക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അല്ലേ. തീർച്ചയായിട്ടും ചേഞ്ചസ് വരുന്നുണ്ട്. നാമജപത്തിലൂടെയും ശാസ്ത്രപഠനത്തിലൂടെയും ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട് ആക്ച്വലി. സോ വാട്ട് ഈസ് ഹാപ്പനിങ്? എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ഈ പ്യൂരിഫിക്കേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. ആ കണ്ടാമിനേഷൻ പതുക്കെ അല്ലെങ്കിൽ ആ മേഘം പതുക്കെ ഇപ്പോൾ ക്ലൗഡ് ആയിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ആത്മാവിനെ
സൂര്യനായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ പുറമേയുള്ള ആ കാർമേഘത്തിൻ്റെ കണ്ടാമിനേഷൻ പതുക്കെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ദിവസം അതെല്ലാം പോകുന്നു, പിന്നെ ഡയറക്റ്റ്ലി മൈൻഡും ബാക്കിയുള്ള സെൻസസും ഒക്കെ പ്യൂർ ആവുന്നു. അങ്ങനെ വരുമ്പോൾ പിന്നെ ആ ഒരു സ്റ്റേജിലാണ് പിന്നെ നമ്മൾ ഇതെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് ഇവിടെയുള്ള മൈൻഡും ഇവിടെയുള്ള സെൻസസും എല്ലാം നമ്മൾ ഫുള്ളി ഭഗവാന്റെ സർവീസിൽ ഉപയോഗിക്കുന്നു. പിന്നെ നമുക്ക് ടൈം ആവുന്ന സമയത്ത് ഇതെല്ലാം ഉപേക്ഷിച്ച് പിന്നെ നമ്മൾ ആത്മാവ് മാത്രം ആധ്യാത്മിക ലോകത്തിലേക്ക് പോകുന്നു. ആ സമയത്ത് നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള സ്പിരിച്വൽ ബോഡി, ആത്മീയ തലത്തിലുള്ളൊരു ശരീരം കിട്ടുന്നു. ആ ആത്മീയ തലത്തിലുള്ള ശരീരത്തിൽ നമുക്ക് ഇന്ദ്രിയങ്ങൾ പോലെ ഇപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഫങ്ഷൻ ചെയ്യുന്ന പോലെ ആത്മീയ തലത്തിലുള്ള ശരീരത്തിലും ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പോലെ കേൾക്കാനും കാണാനും കഴിക്കാനും ശ്രദ്ധിക്കാനും ഈ റോളുകളൊക്കെ ആത്മീയ തലത്തിലുള്ള ഇന്ദ്രിയങ്ങൾക്കും ഉണ്ടാവും. ബട്ട് അത് പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഇന്ദ്രിയങ്ങളാണ്, നമ്മളെപ്പോലെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ നമ്മുടെ ഉള്ള പോലെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇന്ദ്രിയങ്ങളും മനസ്സും അല്ല ആക്ച്വലി നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ വരുന്നു. ഇവിടെ ശ്രീല രൂപ ഗോസ്വാമി ഭക്തിരസാമൃത സിന്ധുവിൽ കോട്ട് ചെയ്തിട്ടുള്ളത് അതായത് കൃഷ്ണാവതാരത്തിൽ ഇരിക്കുന്നൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ശരീരമാവട്ടെ, മനസ്സാവട്ടെ, ബുദ്ധിയാവട്ടെ എല്ലാം ഭഗവത് സേവനങ്ങളിലേക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ ഓൾറെഡി ഈ ശരീരത്തിലിരുന്നാലും ഈ ലോകത്തിരിക്കുന്ന സമയമാണെങ്കിലും, ബട്ട് ഇഫ് ദാറ്റ് ആ വ്യക്തി ഭഗവത് സേവനങ്ങളിലേക്ക് ശരീരവും മനസ്സിനെയും ബുദ്ധിയെയും ഇന്ദ്രിയങ്ങളെയും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഓൾറെഡി മുക്തരാണെന്നാണ് പറയുന്നത്. ആക്ച്വലി ജീവൻ മുക്ത സ ഉച്യതേ, അവർ ഓൾറെഡി മുക്തരാണ്. ആക്ച്വലി ഇവിടുന്ന് പോകുന്നേക്കാൾ മുമ്പേ ലിബറേഷൻ കിട്ടിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്. കാര്യം എന്താണ്? ആ വ്യക്തി, ആ ഭക്തൻ ശരീരത്തെ അവനവൻ്റെ ശരീരമായിട്ട് കാണുന്നില്ല, ഈ ഇന്ദ്രിയങ്ങളെ അവനവൻ്റെ സുഖങ്ങൾക്ക് വേണ്ടിയായിട്ട് കാണുന്നില്ല. ഈ ശരീരമാവട്ടെ, മനസ്സാവട്ടെ, ഇന്ദ്രിയങ്ങളാവട്ടെ, ഇതെല്ലാം ഭഗവാന്റെ സേവനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടി, പ്ലഷറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. കാര്യം അത് സ്വന്തമാണെന്ന് വിശ്വസിക്കുന്നില്ല അവർ, ഭഗവാന്റേതാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് കൃഷ്ണാവതാരത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ഭഗവാന്റേതാണ്, ഇതെല്ലാം ഭഗവാന്റേതാണ്, അതുകൊണ്ട് ഇതെല്ലാം ഭഗവാന്റെ സർവീസിൽ യൂസ് ചെയ്യണം എന്നുള്ള ഭാവത്തിൽ അവർ അതിനെ യൂസ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ലിബറേറ്റഡ് ആണ് അവർ. അങ്ങനെയുള്ള വ്യക്തികൾ ജീവൻ മുക്തരാണ് ശരിക്കും പറയുകയാണെങ്കിൽ. പിന്നെ ഈ ശരീരം അവസാനിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നമുക്ക് ആത്മീയ ലോകത്തിലേക്ക് പോകാനും സാധിക്കുന്നു. എന്നാൽ ഈ സ്റ്റേജ് വരെ ആവുന്നവരെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പ്യൂരിഫിക്കേഷൻ പൂർണ്ണമായിട്ടും ആവുന്നത് വരെ നമുക്ക് ഈ ലോകത്തിൽ ഇരിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രോപ്പറായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലാതെ അങ്ങോട്ടേക്ക് പ്രവേശനം കിട്ടില്ല അല്ലേ. അപ്പോൾ അതിനുള്ള പ്രോസസ്സാണ് കൃഷ്ണാവബോധം. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു, കണ്ടാമിനേഷൻ പോകുന്നു, പ്യൂരിഫിക്കേഷൻ സംഭവിക്കുന്നു. ഫൈനലി നമുക്ക് എലിജിബിലിറ്റി കിട്ടുന്ന സമയത്ത് വി ക്യാൻ ഗോ ബാക്ക് ടു കൃഷ്ണ. ഓക്കെ. സോ 11ാമത്തെ ശ്ലോകം കഴിഞ്ഞു. 12 നോക്കട്ടെ. ഓക്കെ, 12 കൂടെ നോക്കാം, ബിക്കോസ് ഈ ഒരു സെക്ഷൻ കഴിയുന്നു അതോടുകൂടി. യുക്തകർമ്മഫലം ത്യക്ത്വാ ശാന്തിം ആപ്നോതി നൈഷ്ഠികിം അയുക്ത കാമകാരേണ ഫലേ സക്തോ നിബധ്യതേ. ഹരേ കൃഷ്ണ പ്രഭു. യുക്താ കർമ്മഫലം ത്യക്ത്വാ ശാന്തിമാപ്നോതി നൈഷ്ഠികീം അയുക്താ കാമകാരേണ ഫലേ സക്തോ നിബധ്യതേ. ഹരേ കൃഷ്ണ. ഓക്കെ, വിവർത്തനം ഭാവാർത്ഥം കൂടെ വായിക്കുവാണെങ്കിൽ. ഹരേ കൃഷ്ണ. സ്ഥിരചിത്തനായൊരു ഭക്തൻ കർമ്മഫലങ്ങളെല്ലാം എനിക്ക് അർപ്പിക്കുന്നത് കൊണ്ട് സമ്പൂർണ്ണ സമാധാനം നേടുന്നു. എന്നാൽ ഈശ്വരനിൽ നിന്ന് വേർപെട്ടു നിൽക്കുന്നവൻ തന്റെ കർമ്മഫലങ്ങളിൽ അത്യാഗ്രഹിയാകയാൽ അതിൽപ്പെട്ട് വലയുന്നു. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. കൃഷ്ണാവബോധമുള്ളവനും ശാരീരിക അവബോധമുള്ളവനും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഒരാൾ കൃഷ്ണനിൽ ആസക്തനും
മറ്റേയാൾ സ്വന്തം കർമ്മഫലങ്ങളിൽ ആസക്തനുമാണ്. കൃഷ്ണനിൽ ആസക്തനും കൃഷ്ണന് വേണ്ടി പ്രവർത്തിക്കുന്നവനുമായ വ്യക്തി തികച്ചും വിമുക്തനാകയാൽ അയാൾക്ക് കർമ്മഫലത്തിൽ ഉത്കണ്ഠയില്ല. ദ്വന്ദ്ഭാവനയോടെ, അതായത് പരമസത്യമെന്തെന്നറിയാതെ പ്രവർത്തിക്കുന്നതാണ് ഫലത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയ്ക്ക് കാരണമെന്ന് ഭാഗവതം പ്രസ്താവിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാനാണ് പരമമായ സത്യം. കൃഷ്ണാവബോധത്തിൽ ദ്വന്ദ്മില്ല. ഉള്ളതെല്ലാം കൃഷ്ണശക്തിയുടെ ഉൽപ്പന്നങ്ങളാണ്. കൃഷ്ണൻ സർവമംഗളകാരിയാണ്. ആ നിലയിൽ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളൊക്കെ നിരപേക്ഷ തലത്തിലാണ്. അതീന്ദ്രിയങ്ങളാകയാൽ അവയ്ക്ക് ഭൗതിക ഫലങ്ങളില്ല. അതുകൊണ്ട് കൃഷ്ണാവബോധം മനുഷ്യന് പൂർണ്ണ ശാന്തി നൽകുന്നു. ഇന്ദ്രിയ സുഖപൂർത്തിക്ക് വേണ്ടി ലാഭചിന്തയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് ആ ശാന്തി ലഭ്യമല്ല തന്നെ. കൃഷ്ണനൊഴികെ മറ്റൊന്നിനും നിലനിൽപ്പില്ല എന്ന സാക്ഷാത്കാരമാണ് ശാന്തിയുടെയും നിർഭയതയുടെയും തലം. ഇതാണ് കൃഷ്ണാവബോധത്തിന്റെ രഹസ്യം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. സോ അതുകൊണ്ട് കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, ഒരു ഭക്തൻ, അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുടെയും റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫലം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നു. അങ്ങനെയുള്ളവർ, അതാണ് പറയുന്നത്, അങ്ങനെയുള്ളവർക്ക് എപ്പോഴും ശാന്തിയും സമാധാനവും ഉണ്ടാവുന്നു. അവരെപ്പോഴും സമാധാനത്തിൽ, ശാന്തി ത്യക്ത്വ ശാന്തിം ആപ്നോതി, അവർക്ക് എപ്പോഴും ശാന്തിം ആപ്നോതി എന്ന് ഉദ്ദേശിക്കുന്നത് എപ്പോഴും അവർക്ക് അവർ വളരെ പീസ്ഫുള്ളായിരിക്കും. നേരെ മറിച്ച് ഭഗവാനുമായിട്ട് കണക്ഷൻ സ്ഥാപിക്കാതെ മാറി നിൽക്കുവാണെങ്കിൽ, അവനവൻ്റെ കർമ്മങ്ങളുടെ ഫലത്തിന് വേണ്ടി നമ്മൾ ആസക്തരായി അതിൽ നമ്മൾ ഒരുപാട് വ്യാപൃതരാവുന്ന സമയത്ത് നമ്മൾ ഈ കർമ്മബന്ധനങ്ങളിൽ പെട്ടുപോകുന്നു. അതാണ് ഭഗവാൻ പറയുന്നത്. ശിലപ്രഭുജി ഭാവാർത്ഥത്തിൽ പറയുന്നു, കൃഷ്ണാവബോധത്തിലുള്ള ഒരു വ്യക്തിയും ശരീരബോധത്തിലുള്ള വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസമാണ്. ശരീരബോധത്തിലുള്ള വ്യക്തി അവർ കർമ്മം ചെയ്യുന്നത് അവനവൻ്റെ സെൽഫിഷ്നെസ്സിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ളവർ കർമ്മബന്ധനങ്ങളിൽ പെടുന്നു, ഈ ജന്മമൃത്യുജരാവാദി ചക്രത്തിൽ പെട്ടുപോകുന്നു. കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തി അവർ ചെയ്യുന്ന കർമ്മങ്ങൾ, രണ്ട് കൂട്ടരും ചെയ്യുന്ന കർമ്മം സെയിമാണ്. പക്ഷേ ഒരു വ്യക്തി ചെയ്യുന്നത് ഭഗവാന് സമർപ്പിച്ചും ഒരു വ്യക്തി ഭഗവാന് സമർപ്പിക്കാതെയും ചെയ്യുന്നതുകൊണ്ട് കൃഷ്ണാവബോധത്തിൽ ചെയ്യുന്ന വ്യക്തിക്ക് ഒരു കണ്ടാമിനേഷനും സംഭവിക്കുന്നില്ല. മാത്രമല്ല ഒരു റിയാക്ഷനും അവരെ ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ളത് വീണ്ടും എടുത്തു പറയുന്നു ഇവിടെ. അതുകൊണ്ട് കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി അവർ ചെയ്യുന്ന പ്രവൃത്തിക്ക് റിസൾട്ട് എന്താണോ എന്നുള്ളതല്ല അവർ ബോധേഡല്ല, ഭഗവാൻ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുകയാണ്. സോ എല്ലാം അപ്പോൾ അതുകൊണ്ട് അവർക്ക് എപ്പോഴും ശാന്തിയും സമാധാനവും ഉണ്ടാവും. ഒരു ആദിയോ ഒരു ടെൻഷനോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ടെൻഷൻ ഇൻ ദ സെൻസ് ആ ഒരു എന്താ പറയുക, പൂർണ്ണമായിട്ട് ശാന്തരായിരിക്കും. അവർക്ക് ഒന്നും അവരെ അജിറ്റേറ്റ് ചെയ്യാൻ പോകുന്നില്ല. നേരെ മറിച്ച് ഭൗതിക തലത്തിൽ ചിന്തിക്കുന്ന ആൾക്കാർ, ശരീരബോധത്തിലിരിക്കുന്നവർക്ക് അവർക്ക് എപ്പോഴും ആങ്സൈറ്റിയാണ്, എപ്പോഴും പ്രോബ്ലംസും, എപ്പോഴും ടെൻഷനാണ്. എന്ത് സംഭവിക്കും, എന്തായിരിക്കും, അങ്ങനെ എന്നുള്ളൊരു ടെൻഷൻ. അപ്പോൾ അത് കൂടുതലും ശരീരബോധത്തിലിരിക്കുന്നവരാണ്. എന്നാൽ ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ അർത്ഥം നമ്മൾ ചില സമയത്ത് നമ്മൾ വിചാരിക്കും എല്ലാം ഭഗവാനെ സമർപ്പിച്ചുല്ലോ, ഇനി നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ വെറുതെ ഇരുന്നാൽ മതി, ഭഗവാൻ എന്ത് തീരുമാനിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഇച്ഛ പോലെ നടക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്നുള്ള എൻഡവർ നിർത്തും. അത് ആക്ച്വലി ബുദ്ധിയില്ലാത്തവരാണ്, അത് ആക്ച്വലി വിഡ്ഢിത്തരമാണ്. ആക്ച്വലി ഭഗവാൻ നമ്മുടെ എൻഡവർ നിർത്താൻ പറയുന്നില്ല. നമ്മൾ ചെയ്യണമെന്ന കാര്യം ചില സമയത്ത് നമ്മൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് നമ്മുടെ ബുദ്ധി ഭഗവാൻ തന്നിട്ടുള്ളത് അത് ഉപയോഗിക്കാനാണ് ആവശ്യ സമയത്ത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കാതെ നമ്മൾ സോക്കോൾഡ് ഒരു മടിയുടെ ഭാവത്തിൽ പറയുന്നു, എല്ലാം ഭഗവാനെ സമർപ്പിച്ചു, ഇനി ഞാനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ലെറ്റ് ഹിം ഡു വാട്ട് എവർ ഹി വാണ്ട്സ്. ഓക്കെ, ഇത് ആക്ച്വലി ചിലപ്പോൾ ആ ഒരു തലത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ ശുദ്ധഭക്തർ ആ തലത്തിലാണ്. അവരെ സംബന്ധിച്ച് അവർ കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആണ്. എന്ത് സംഭവിക്കുന്നു റിസൾട്ടിനെ കുറിച്ച് ബോധേഡല്ല. ചിലപ്പോൾ നമ്മൾ ഇമ്മച്വർ സ്റ്റേജിലും നമ്മൾ അങ്ങനെ ചിന്തിക്കും, ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്, പിന്നെ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കും. പക്ഷേ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാവം മാറുകയും ചെയ്യും. ചിലപ്പോൾ നമ്മൾ പറയും, ഓക്കെ ഇതെല്ലാം ഭഗവാനെ സമർപ്പിച്ചിട്ടുണ്ട്, ഇനി ഞാനായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല, എല്ലാം ഭഗവാൻ അനുഗ്രഹിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കും.
അല്ലെങ്കിൽ അദ്ദേഹം തീരുമാനിക്കുന്ന പോലെ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, നമ്മളൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ടോർച്ചറിങ് ആണ്, ബുദ്ധിമുട്ടാണ്, നമുക്ക് ഒരുപാട് പ്രഷർ നമുക്കുണ്ട്, പ്രോപ്പറായിട്ട് നമുക്ക് ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല, മാത്രമല്ല വീട്ടിൽ വന്നാലും മനസ്സമാധാനവുമില്ല, ഇനി പോട്ടെ ബോസിൻ്റെ പ്രശ്നം, പ്രോപ്പറായിട്ട് നാമം ജപിക്കാൻ സാധിക്കുന്നില്ല, പ്രോപ്പറായിട്ട് കൃഷ്ണ കോൺഷ്യസ് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്തു ചെയ്യും? എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പറയും ഓക്കെ, എല്ലാം ഞാൻ ഭഗവാന് സമർപ്പിച്ചിട്ടുണ്ട്, ഭഗവാൻ ആഗ്രഹിച്ച പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് എടുത്തുകൊണ്ട് വേറൊരു ജോബ് ഓപ്പർച്യൂണിറ്റി നോക്കിയില്ലെങ്കിലോ എന്താണ് സംഭവിക്കുക? ഭഗവാൻ എന്തെങ്കിലും കൊണ്ടുവരും എന്ന് പറഞ്ഞിരിക്കുവാണെങ്കിൽ ആക്ച്വലി ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അങ്ങനെ എത്തിയിട്ടുള്ള ആളുകൾ, ഭക്തർ, ശുദ്ധഭക്തർക്ക് അവരെ സംബന്ധിച്ച് ഒരു ആങ്സൈറ്റിയും ഇല്ല. ആ ശുദ്ധഭക്തരെ സംബന്ധിച്ച് ഓഫീസിൽ എന്ത് സംഭവിച്ചാലും ആരെന്ത് പ്രഷർ ചെയ്താലും അവരെ അത് ബാധിക്കാൻ പോകുന്നില്ല. നമ്മളത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. ആക്ച്വലി നമ്മളിതെല്ലാം പ്രാക്ടീസ് ചെയ്തിട്ടും അത് പോയിന്റ് വരുമ്പോൾ ബോസിൻ്റെ പ്രഷറും ഓഫീസിലെ പ്രഷറും നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്? സോ വി ഹാവ് നോട്ട് കം ടു ദ സ്റ്റേജ് ഓഫ് പ്യുവർ ഡിവോഷൻ. അല്ലെങ്കിൽ നമ്മുടെ പ്യുവർ ഡിവോഷൻ എന്ന് പോട്ടെ, നമ്മുടെ ആ പ്രോപ്പർ മെച്യൂരിറ്റിയിൽ നമ്മൾ എത്തിയിട്ടില്ല ആക്ച്വലി. സോ അതുകൊണ്ട് അവിടുത്തെ പ്രോബ്ലംസ് നമുക്ക് ടെൻഷനായി മാറുന്നു, അല്ലേ? ടെൻഷനായി മാറുന്നുണ്ട് നമ്മൾ. പക്ഷേ ആ ടെൻഷൻ വരുന്ന സമയത്ത് നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് വേറൊരു ഓപ്പർച്യൂണിറ്റി നോക്കണമെന്നുണ്ടെങ്കിൽ അത് നോക്കാതെ നമ്മൾ മടിച്ചിരിക്കണോ, ഭഗവാനായിട്ട് കൊണ്ടുതരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യാം, ഈ പ്രഷറൊക്കെ ഞാൻ താങ്ങാം, ഈ പ്രഷറൊക്കെ ഞാൻ ടോളറേറ്റ് ചെയ്യാം എന്ന് പറയുന്നത് ആക്ച്വലി രണ്ട് എക്സ്ട്രീമാണ്. ഒന്ന്, നമ്മൾ ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ ബാധിക്കാനേ പാടില്ല. എന്നാൽ ബാധിക്കുന്നുണ്ടോ? ബാധിക്കുന്നുണ്ട്. എന്നാൽ അറ്റ് ദ സെയിം ടൈം നമ്മൾ എഫേർട്ട് എടുക്കാൻ തയ്യാറല്ല. വി ആർ നോട്ട് റെഡി ടു പുട്ട് അവർ എൻഡവേഴ്സ് ഓർ എഫേർട്സ്. സോ ഭഗവാൻ നമുക്ക് പല പല വഴികൾ കാണിച്ചു തരും. ഭഗവാൻ നേരിട്ട് വന്ന് മോനെ ദാ ജോലി പിടിച്ചോളൂ, അവിടെ പോയി ജോയിൻ ചെയ്തോളൂ എന്ന് പറയില്ല. എന്നാൽ ഹി വിൽ ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ത്രൂ ഡിഫറെൻറ്റ് പീപ്പിൾ, ഡിഫറെൻറ്റ് പേഴ്സൺ. പല വ്യക്തികളിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ പല സാഹചര്യത്തിലൂടെ ആയിരിക്കും ഭഗവാൻ വരുന്നത്. അദ്ദേഹം നേരിട്ട് വന്ന് നമ്മളോട് പറയുന്നില്ല, അദ്ദേഹം പലവരിലൂടെയാണ് ചെയ്യിപ്പിക്കുന്നത് ആക്ച്വലി. ഇതാണ് സത്യം. നമ്മളൊരു കഥ കേട്ടിട്ടുണ്ടാവും, നാരദമുനി പറയുന്നതായിട്ടുള്ളൊരു കഥ. ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അദ്ദേഹം പറയും, ഓ ഭഗവാൻ ഉണ്ടെങ്കിൽ ഭഗവാൻ എൻ്റെ കൂടെയുണ്ട്, അദ്ദേഹം എന്നെ രക്ഷിക്കും എന്നുള്ളൊരു ഭാവമുള്ള ഒരു വ്യക്തിയാണ് ആക്ച്വലി. പക്ഷെ അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം ഇതുപോലെ ഇരിക്കുന്ന സമയത്ത്, കുറേ സ്റ്റോറി ഞാൻ ഷോർട്ടാക്കി പറയുന്നു, അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് വെള്ളപ്പൊക്കം വന്നു. വെള്ളപ്പൊക്കം വന്ന സമയത്ത് എല്ലാവരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ നോക്കുകയാണ്. എല്ലാവരും ഓടി ഓടി രക്ഷപ്പെട്ടു. ഇദ്ദേഹം മാത്രം വെള്ളത്തിൻ്റെ നടുക്ക് നിന്നിട്ട് പറയുന്നു, ഞാൻ ഇവിടുന്ന് എൻ്റെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കില്ല, ഭഗവാൻ വന്ന് എന്നെ രക്ഷിക്കട്ടെ എന്നുള്ള ഭാവത്തിൽ അദ്ദേഹം നിൽക്കുവാണ്. ഞാനൊന്നും ചെയ്യില്ല, ഞാൻ ഇവിടെ നിൽക്കും, ഞാൻ നടക്കില്ല, ഞാൻ ഇവിടുന്ന് അനങ്ങില്ല, ഭഗവാൻ എന്നെ ഇവിടുന്ന് എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോട്ടെ, ഹെലികോപ്റ്ററിൽ വന്നിട്ട് കൊണ്ടുപോട്ടെ എന്നുള്ള ഭാവത്തിൽ നിൽക്കുവാണ് അദ്ദേഹം. ഓക്കെ, ഭഗവാൻ കാണുന്നുണ്ട്, ഇദ്ദേഹം ഒരു സിൻസിയർ ആയിട്ടൊരു വ്യക്തിയാണ്, അതുകൊണ്ട് രക്ഷിക്കണം, ഭഗവാൻ രക്ഷിക്കും തീർച്ചയായിട്ടും. അദ്ദേഹം ആദ്യം 2-3 ആളുകളിലൂടെ ഭഗവാന്റെ മെർസി വരുന്ന പല രീതിയിലൂടെ ആയിരിക്കും. കുറേ ആളുകൾ വന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞു, വരൂ പോവാം, ഇവിടുന്ന് രക്ഷപ്പെടാം, നിങ്ങൾ ഇവിടെ നിൽക്കരുത്, വിഡ്ഢിത്തരം കാണിക്കരുത്, വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ്, മഴ നിൽക്കുന്നില്ല, സോ വി ഹാവ് ടു എസ്കേപ്പ്, ഞങ്ങളെല്ലാവരും പോവാണ്, നിങ്ങൾ വരില്ലേ, വരൂ എന്ന് പറയും. വന്നില്ല. ആക്ച്വലി ഭഗവാന്റെ മെർസി ആദ്യം വന്നത് ആ ആളുകളിലൂടെയാണ്. ആ മെർസിനെ റിജക്റ്റ് ചെയ്തു ഇദ്ദേഹം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബോട്ടിലൊരാൾ വന്നു. വന്ന് കൈ നീട്ടി പറഞ്ഞു, നിങ്ങൾ കയറൂ ബോട്ടിനകത്ത്, രക്ഷപ്പെടാം നമുക്ക്, എല്ലാവരും രക്ഷപ്പെട്ടു, നിങ്ങൾ മാത്രം എന്താ ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ വരില്ല, നിങ്ങളൊരു വ്യക്തിയാണ്, ഭഗവാൻ വന്ന് നേരിട്ട് രക്ഷിക്കട്ടെ. കുറേ പറഞ്ഞു, ചെയ്തില്ല. ആക്ച്വലി ഭഗവാൻ ആ ബോട്ടുകാരൻ്റെ രൂപത്തിൽ വന്ന് ആളെ രക്ഷിക്കാൻ വേണ്ടി നോക്കി, നമ്മളെ റിജക്റ്റ് ചെയ്തു. അവസാനം എന്ത് സംഭവിക്കുന്നു? അവസാനം ഇതിൻ്റെ മോറൽ ഓഫ് ദ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ബേസിക്കലി അവസാനം ഭഗവാൻ പറയുന്നു അദ്ദേഹത്തോട്,
ഇദ്ദേഹം മരിച്ചതിന് ശേഷം തിരിച്ച് അദ്ദേഹം പോകുമ്പോൾ ഭഗവാനോട് ഇദ്ദേഹം ചോദിക്കുകയാണ്, ഞാൻ ഭഗവാനെ അത്രയും ഫെയ്ത്തോട് കൂടിയിട്ട് ഞാൻ വിശ്വസിക്കുകയായിരുന്നു, അങ്ങ് വന്ന് രക്ഷിക്കും എന്ന്. എല്ലാവരുടെ മുമ്പിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു അങ്ങ് വന്ന് രക്ഷിക്കും, പക്ഷെ അങ്ങ് വന്നില്ല. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ആര് പറഞ്ഞു വന്നില്ല എന്ന്? ഞാൻ 3-4 പ്രാവശ്യം വന്നു, നീ എന്തുകൊണ്ട് എടുത്തില്ല? നിനക്ക് എന്തുകൊണ്ടത് മനസ്സിലായില്ല? നീ എന്താ വിചാരിക്കുന്നത് ഞാൻ നേരിട്ട് വന്ന് ശംഖ് ചക്ര പദ ഗതാപത്മമായിട്ട് വന്നിട്ട് വരൂ രക്ഷിക്കാം, തോളത്തിൽ കയറിക്കോളൂ, തോളിൽ കയറിക്കോളൂ എന്ന് പറയൂ? അങ്ങനെയാണോ നീ പ്രതീക്ഷിച്ചിരിക്കുന്നത്? ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി പല ആളുകളെ അവിടെ വിട്ടു, എന്തുകൊണ്ട് നീ അത് വിശ്വസിച്ചില്ല, എന്തുകൊണ്ട് നീ ചെയ്തില്ല എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ അവസ്ഥ. പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ പല അവസരങ്ങൾ ഒരുക്കി തരും. ആ സമയത്ത് നമ്മൾ മടി കാണിച്ച് മിണ്ടാതിരിക്കുകയാണെങ്കിൽ ആക്ച്വലി ഹൂ ഈസ് ലൂസിങ്? ഭഗവാന് മെർസി വരുന്നുണ്ട്, ബട്ട് വി ആർ റിജക്റ്റിംഗ്, വി ആർ നോട്ട് റെഡി ടു പുട്ട് അവർ എൻഡവേഴ്സ്. സോ അങ്ങനെയാവരുത്. അപ്പോൾ 2 എക്സ്ട്രീമിലേക്കും പോകരുത്, 2 എക്സ്ട്രീമിലേക്കും പോകാൻ പാടില്ല. സോ ബെറ്റർ എന്താണെന്ന് വെച്ചാൽ ആ ശാന്തിയും സമാധാനവും കിട്ടണമെങ്കിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം ഭഗവാന് സമർപ്പിക്കുക എന്നുള്ളത് ശരിയാണ്. അതേപോലെ തന്നെ കൃഷ്ണ കോൺഷ്യസ്നസ് പ്രോപ്പർലി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ, അതിന് ബാധ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ സിറ്റുവേഷനെ മാറ്റുവാനുള്ള എഫേർട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് എടുക്കണം എന്നുള്ളതാണ്. ഭഗവാൻ തരുന്ന ഹിൻ്റാണ്, ഓക്കെ യു ആർ നോട്ട് ഏബിൾ ടു പ്രാക്ടീസ് കൃഷ്ണ കോൺഷ്യസ്നസ് പ്രോപ്പർലി, സോ യു ഹാവ് ടു ചേഞ്ച് സംതിങ്. എന്താണ്, ജോലി ചേഞ്ച് ആണോ, അല്ലെങ്കിൽ സിറ്റുവേഷൻ മാറ്റുന്നതാണോ എന്താണെന്ന് നമുക്കറിയില്ല. ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിറ്റുവേഷൻ എങ്ങനെയാണ് നമുക്കത് മാറ്റാൻ പറ്റുന്നത്. ചെറിയ ചേഞ്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു കോൺഷ്യസ്നസ്, ബെറ്റർ ആയിട്ടുള്ളൊരു മനസമാധാനത്തോടു കൂടി ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അവിടേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് നമ്മൾ മടിയോടുകൂടി ഇരിക്കുകയാണെങ്കിൽ വി ആർ ആക്ച്വലി ലൂസിങ് ഇറ്റ്. ഇതാണ് പറയുന്ന പോയിന്റ്. സോ ശാന്തിയും സമാധാനവും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ. എന്നാൽ അതേ സമയത്ത് തന്നെ ഭഗവാന്റെ മെർസി പല രീതിയിലൂടെയാണ് വരിക, അത് നമ്മൾ മറക്കരുത്. ഈ ലോകത്ത് ആരും നമ്മൾ വിചാരിക്കുന്ന ഭക്തരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ചുറ്റുമുള്ള ആൾക്കാർ, ഇൻക്ലൂഡിങ് നമ്മുടെ വീട്ടിലെ ആളുകളും ബന്ധുക്കളും വരെ എടുത്താൽ പോലും എല്ലാവരും അവനവൻ്റെ സെൽഫിഷ്നെസ്സിൻ്റെ പുറകിലാണ് ഇരിക്കുന്നത്. അവരെ നമ്മൾ അവരെ സന്തോഷിപ്പിച്ചാൽ അവർ നമ്മളെ സന്തോഷിപ്പിക്കും. അതാണ് ക്രൈറ്റീരിയ. നിങ്ങൾ എൻ്റെ പുറം ചൊറിഞ്ഞെന്നുള്ളൂ, ഞാൻ നിങ്ങളുടെ പുറം ചൊറിഞ്ഞു തരാം. പ്രഭുപാദ് ഇടയ്ക്ക് പറയുന്ന എക്സാമ്പിളാണ്. അപ്പോൾ സ്ക്രാച്ചിങ് യുവർ ബാക്ക്, സ്ക്രാച്ചിങ് അതേഴ്സ് ബാക്ക്. അത് നമ്മൾ സ്ക്രാച്ച് ചെയ്ത് കൊടുത്താൽ അവർ നമ്മളെ സ്ക്രാച്ച് ചെയ്ത് തരും, ചെയ്തില്ലെങ്കിൽ നമുക്കൊന്നും തരില്ല. അത്രയേ ഉള്ളൂ. നേരെ മറിച്ച് ഡിവോട്ടീസിൻ്റെ സർക്കിളിൽ അങ്ങനെയായിരിക്കില്ല. ദേ ആർ റെഡി ടു ഹെൽപ്പ് അതേഴ്സ്. അവരെ ഞാൻ പറയുന്നത് നല്ല ഡിവോട്ടി സർക്കിളിൻ്റെ കാര്യമാണ് പറയുന്നത്. സോ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ അവരവരുടെ സിറ്റുവേഷൻ നോക്കിയിട്ട് നമ്മൾ ഒരു എന്താ പറയുക, അവർക്ക് എന്തെങ്കിലും ഭൗതിക തലത്തിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദേ വിൽ ടെൽ. നമ്മുടെ ഓപ്പണായിട്ട് മുഖത്ത് നോക്കി പറയും ഇത് ശരിയല്ല, അല്ലെങ്കിൽ മതി, നിങ്ങളുടെ ആവശ്യം ഇനി എനിക്കില്ല. ഇപ്പോൾ പല കമ്പനികളിലും നടക്കുന്നത് അങ്ങനെയാണ്. പല കമ്പനികളിലും നമ്മൾ വളരെ സിൻസിയറായിട്ട് നമ്മുടെ എഫേർട്ട് ഇടും, എല്ലാം ആത്മാർത്ഥമായിട്ട് പറയും. നാളെ പെട്ടെന്നൊരു ദിവസം വരുമ്പോൾ, കാലത്ത് വരുമ്പോൾ ടെർമിനേഷൻ ലെറ്റർ തരുവാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അത്രയും കാലം സിൻസിയറായിട്ട് നമ്മൾ എടുത്ത എഫേർട്ടൊക്കെ പോയോ? കാര്യം വേൾഡ് ഈസ് ലൈക്ക് ദിസ്. ഈ ലോകം അങ്ങനെയാണ്. ആർക്കും സെൻറ്റിമെൻറ്റ്സ് ഇല്ല, ആർക്കും അവരെ ഫീലിങ്സ് ഇല്ല. ബിക്കോസ് എന്നാൽ കൃഷ്ണ കോൺഷ്യസിലായിട്ടുള്ള വ്യക്തികൾക്ക് ഒരു സെൻറ്റിമെൻറ്റ്സും ഫീലിങ്സും ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇല്ലാത്തവർ എന്തും അവർ പറയാം, ചീറ്റ് ചെയ്യാം നമ്മളെ. സോ വി ഹാവ് ടു ബി റെഡി. സോ എപ്പോഴും നമ്മൾ നമ്മുടെ കോൺഷ്യസ്നസ് റെഡിയാക്കി വയ്ക്കണം. ബിക്കോസ് അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കുന്നത് നമുക്കാണ്. നഷ്ടം വേറെ ഒന്നുമല്ല, വി ആർ അഗെയിൻ ലൂസിങ് അവർ മൈൻഡ്. നമ്മുടെ മനസ്സും മനസമാധാനവും നഷ്ടപ്പെടുകയോ ചെയ്യുന്നത്. നമ്മൾ ഒരു ദിവസം കൃഷ്ണ കോൺഷ്യസ് പ്രാക്ടീസ് ചെയ്യാൻ മര്യാദയ്ക്ക് പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ വി ആർ ലൂസിങ് സോ മെനി തിങ്സ്. അതായത് ഒരു ദിവസം നമുക്ക് നഷ്ടപ്പെട്ടാൽ ആക്ച്വലി വി ആർ ലൂസിങ് സോ മച്ച്. വൺ ഡേ, വാട്ട് ടു സ്പീക്ക് ഓഫ് വൺ ഡേ, വൺ മൊമെൻറ്റ് ഈസ് പ്രഷ്യസ് അല്ലേ? സോ ആസ് മച്ച് ആസ് പോസിബിൾ. അപ്പോൾ ഭഗവാൻ പല രീതിയിലും നമുക്ക് അദ്ദേഹത്തിൻ്റെ മെർസി പല രീതിയിലും തരും നമുക്ക്. സോ അതിനെ പ്രോപ്പറായിട്ട് ടാപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കണം. അതെങ്ങനെയാണ് സാധിക്കുന്നത്? കൂടുതൽ നമ്മൾ സിൻസിയറായിട്ട് ആത്മാർത്ഥപരമായിട്ട് നാമം ജപിക്കുമ്പോഴും സിൻസിയർലി പ്രാക്ടീസസ് ചെയ്യുമ്പോഴും ഗുരു സാധു ശാസ്ത്രം
പറയുന്ന അനുസരിച്ച് ഗുരുവിൻ്റെ വാക്കുകൾ കേട്ട് ഭഗവാൻ പറയുന്ന ഭഗവാന്റെ വാക്കുകളാണ് ശാസ്ത്രങ്ങളിൽ, അത് തന്നെയാണ് ഗുരു പറയുന്നത്. സോ അവരുടെ ആജ്ഞപ്രകാരം, അവരുടെ ആജ്ഞപ്രകാരം, അഡ്വൈസ് പ്രകാരം നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വി ആർ സേഫ്. സോ ദീസ് തിങ്സ് വി നീഡ് ടു ഇപ്പോൾ നമ്മൾ പ്രിമച്വർലി ഡിറ്റാച്ച്ഡ് ആവുക, പ്രിമച്വർലി ഇതെല്ലാം ഓക്കെയാണ്, പ്രീമച്വറൽ ഒരു ഡിസിഷൻ. അതിൽ നേരത്തെ പറഞ്ഞ പോലെ ഈവൻ രഘുനാഥ് ദാസ് ഗോസ്വാമി ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് അദ്ദേഹം പറയുന്നു, നീ മർക്കട വൈരാഗ്യം ചെയ്യണം, മങ്കി റിനൗൺസിയേഷൻ. എക്സ്റ്റേണലി ഓക്കെ നീ വരുന്നു, പക്ഷേ ആ അറ്റാച്ച്മെൻറ്റ് പൂർണ്ണമായിട്ടും പോയിട്ടില്ല പല സംഭവങ്ങളും. അപ്പോൾ അത് കംപ്ലീറ്റ് മാറ്റി പ്യൂർ ആയതിനു ശേഷം ടൈം കംസ് യു കം വിത്ത് മീ എന്നാണ് പറയുന്നത്. സോ പ്രീമച്വറായിട്ട് നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കില്ല. So we have to protect our Krishna consciousness. This is the priority. So we have to protect our Krishna consciousness. നമ്മുടെ കൃഷ്ണ കോൺഷ്യസ്നസ്സിനെ എങ്ങനെയും പ്രൊട്ടക്റ്റ് ചെയ്യണം. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അതിന് പ്രയോറിറ്റി കൊടുക്കുക. അതിന് ബാധകൾ എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് സം സൊല്യൂഷൻസ് ആക്ച്വലി. അപ്പോൾ അതിന് ഭഗവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും ആക്ച്വലി. ഭഗവാൻ ബിക്കോസ് കൃഷ്ണ കോൺഷ്യസ്നസ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ഭഗവാനും കൂടെ നമ്മളെ സഹായിക്കുന്നുണ്ട്. ബിക്കോസ് അതാണ് ഭഗവാൻ വേണ്ടതും. ഹീ വോണ്ടഡ് അസ് ടു ഡു ദാറ്റ് ആക്ച്വലി. So he will help us in different ways, through different ആൾക്കാർ, through different സിറ്റുവേഷനിലൂടെ അദ്ദേഹം ഹെൽപ്പ് ചെയ്യുന്നു. സോ വി ഹാവ് ടു ജസ്റ്റ് കീപ്പ് അവർ ഡോർസ് ഓപ്പൺ ഫോർ ദ മെർസി. ഭഗവാന്റെ മെർസിക്ക് ഓപ്പൺ ആക്കി വെക്കുക. ജസ്റ്റ് ഫോളോ ദ വേർഡ്സ് ഓഫ് ഗുരു സാധു ശാസ്ത്ര, ദെൻ വി ആർ സേഫ്. അതർവൈസ് നമ്മുടേതായിട്ടുള്ള ഇമ്മച്വറായിട്ടുള്ള ഡിസിഷൻസൊക്കെ പിന്നീട് നമുക്ക് തന്നെ ബാധയായി മാറും. ബിക്കോസ് വി ആർ നോട്ട് മെച്വർ ഇനഫ് ടു ഹാൻഡിൽ ദാറ്റ് സിറ്റുവേഷൻ. അപ്പോൾ ശാന്തി സമാധാനമൊക്കെ അതോടുകൂടി കഴിയുന്നു. സോ സീക്രട്ട് ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ് ശില പ്രഭുപാദ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് എല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ, ആ കറക്റ്റായിട്ടുള്ള കോൺഷ്യസ്നസ്സോടുകൂടി നമ്മൾ ചെയ്യുമ്പോൾ, ദെൻ വി ആർ ഓൾവേസ് പീസ്ഫുൾ. സോ വാട്ട് എവർ ഹീ ഈസ് ഗിവിങ് വി ആർ റെഡി ടു ആക്സെപ്റ്റ് ഇറ്റ്. യെസ്, നോ പ്രോബ്ലം. ബട്ട് വി ഷുഡ് ബി മെച്വർ ഇനഫ് ടു ബി ഇൻ ദാറ്റ് സിറ്റുവേഷൻ ഓൾസോ. ആ മെച്യൂരിറ്റിയും കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം കൂട്ടത്തിൽ. അങ്ങനെ ആകുമ്പോഴേ ശാന്തി വരുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് മനസ്സമാധാനം അപ്പോഴും കിട്ടില്ല. സോ വി ഹാവ് ടു ബി അതും കൂടെ നമ്മൾ ഓർക്കണം മാത്രം. സോ പ്രോപ്പർലി സബ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നതിന്, സമർപ്പിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡീപ്പ് സബ്ജക്റ്റ് ആക്ച്വലി. നമ്മൾ വെറുതെ വാക്കുകൊണ്ട് മാത്രം പറഞ്ഞതുകൊണ്ടാവുന്നില്ല. ഇറ്റ്സ് വെരി വെരി ഡീപ്പ് തിങ് ആക്ച്വലി, ഡീപ്പ് സബ്ജക്റ്റ്. സോ ആ ഒരു ഡെപ്തോട് കൂടിയിട്ടായിരിക്കണം കാര്യങ്ങൾ. ഓക്കെ സമയം കുറേ പോയി. ഞാൻ ആക്ച്വലി 9:15 നിർത്തണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ സമയം അരമണിക്കൂർ 15 മിനിറ്റ്സ് എക്സ്ട്രാ പോയി. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവത് ഗീത കി ജയ്. ജഗദ്ഗുരു ശില പ്രഭുപാദ കി ജയ്. സമവേദ ഗൗര ഭക്തവൃന്ദ കി ജയ്. ഗൗഡിയ ഗുരുവൃന്ദ കി ജയ്. ഇസ്കോൺ ഗുരുവൃന്ദ കി ജയ്. നിതായ് ഗൗർ പ്രേമാനന്ദ. താങ്ക് യു. ഹരേ കൃഷ്ണ.